പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന വീഡിയോയിൽ ഈ കടലിന്റെ ഭാഗം ഇറാന്റെ കസം എന്നറിയപ്പെടുന്ന ദ്വീപിനോട് ചേർന്ന ഭാഗമാണ്. ഇവിടെയുള്ള കടലിലെ ജലമെല്ലാം മലിനമായിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഡസൻ കണക്കിന് കപ്പലുകൾ, എണ്ണ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട കാരണം വെള്ളമെല്ലാം ഓയിലും ചേർന്നുകൊണ്ട് മലിനമായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ മലിനമായ ഈ ഒരു സാഹചര്യത്തിൽ ഇത് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ഇവിടെ ഇപ്പോൾ ആകെ നഷ്ടപരിഹാരങ്ങളുടെ കാര്യമാണ് കേൾക്കുന്നത്. ഒരു ഭാഗത്ത് ട്രംപിന് ഇറാൻ നഷ്ടപരിഹാരം നൽകണം, കാരണം ഇറാഖുമായി യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അമേരിക്കൻ സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, അതിന് ഇറാൻ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാരണം ഇറാൻ ഈ വെടിനിർത്തൽ കരാറിന്റെ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വെടിനിർത്തൽ ഈ ധാരണാപത്രങ്ങളിലുള്ള കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് അതിനുള്ള നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിന് പകരമായിട്ടാണ് ട്രംപ് പറഞ്ഞത് ഇറാഖിലെ സൈനികർക്ക് നഷ്ടപരിഹാരം വേണമെന്ന്. എന്നാൽ ഇപ്പോൾ ഇറാൻ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ ജലം, കടൽ ജലം മലിനമായതിന് നഷ്ടം വേണം. ആരാണ് ഇതിന് നഷ്ടം നൽകേണ്ടത്? അത് ഹോർമുസ് കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ആരാണോ എണ്ണ വാങ്ങുന്നത്, എണ്ണ കൊണ്ടുപോകുന്നത് എങ്കിൽ ആ രാഷ്ട്രങ്ങൾ ആരാണോ അവരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. രണ്ടാമത്തേത് അമേരിക്കയാണ്. മൂന്നാമത്തേത് ഷിപ്പിംഗ് ഇൻഷുറൻസ് കമ്പനികളാണ്, കപ്പലുകൾക്ക് ഇൻഷൂർ നൽകുന്ന കമ്പനികളാണ്. ഇവർ ഇതിന് നഷ്ടം നൽകണമെന്നാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ രാഷ്ട്രങ്ങൾ ഇറാനുമായി ഒരു ഏകോപനത്തിലൂടെ അല്ലാതെ ഇനി മുതൽ കപ്പൽ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന അത്തരത്തിലൊരു സമ്മർദ്ദവും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഷൂർ നൽകുന്ന കപ്പലുകൾക്ക്, ഇൻഷൂർ നൽകുന്ന കമ്പനികൾക്ക് ബ്ലോക്ക് ചെയ്യുക. അതായത് ഈ കപ്പലുകൾക്ക്, ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നാശം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകാൻ പാടില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻഷൂർ കമ്പനികൾ അതിന് നഷ്ടം നൽകുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടെ കപ്പലുകൾ ഇതിലെ സർവീസ് നടത്തുകയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ കടലുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. സുരക്ഷിതമായി ഒരു കപ്പലിനും ഹോർമുസ് കടലിടുക്കിലൂടെ സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.